നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ കേന്ദ്രമായ കൂടംകുളം ആണവ നിലയത്തിൻ്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ഇന്നലെ ഡാർക്ക് വെബിൽ പ്രത്യക്ഷപ്പെട്ടത് രാജ്യം ഞെട്ടലോടുകൂടിയാണ് ശ്രവിച്ചത്. ആശങ്കയോടുകൂടിയാണ് നമ്മളെല്ലാവരും ആ വാർത്ത കേട്ടത്. 19,000-ൽ പരം രഹസ്യ ഫയലുകളാണ് റാൻസോംവെയർ ഗ്രൂപ്പായ വേൾഡ് ലീക്സ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഗ്രൂപ്പ് ഈ ഡാർക്ക് വെബിൽ ഈ വിവരങ്ങൾ പോസ്റ്റ് ചെയ്തത്. മാത്രമല്ല, റിലയൻസ് ഗ്രൂപ്പിൽ നിന്നുള്ള വിവരങ്ങൾ എന്ന ലേബലിലാണ് ഈ വിവരങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഡാർക്ക് വെബിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതോടുകൂടി ഇന്ത്യയുടെ ആണവ രഹസ്യങ്ങൾ, തന്ത്രപ്രധാനമായ ആണവ രഹസ്യങ്ങൾ ചോർന്നോ എന്നൊരു ആശങ്ക ഉയർന്നിരുന്നു. എന്നാൽ ഈ നിലയവുമായി ബന്ധപ്പെട്ട അധികാരികളും അതുപോലെ തന്നെ സർക്കാരും റിലയൻസ് ഗ്രൂപ്പും എല്ലാം കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് തന്ത്രപ്രധാനമായ വിവരങ്ങളൊന്നും ചോർന്നിട്ടില്ല. ആണവ നിലയത്തിൻ്റെ ഈ കോർ നിലയവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ചോർന്നിട്ടില്ല. ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ, ഇൻ്റർനെറ്റിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലാത്ത നിർമ്മാണ പ്രവർത്തനത്തിലിരിക്കുന്ന 2 യൂണിറ്റുകളെ സംബന്ധിക്കുന്ന വിവരങ്ങളാണെന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ആണവ രഹസ്യ വിവരങ്ങളൊന്നും തന്നെ ചോർന്നിട്ടില്ല എന്നുമാണ് അധികൃതർ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്. പക്ഷേ ഇത് യോഗ്യമാണോ? എന്തൊക്കെ വിവരങ്ങളാണ് ചോർന്നിരിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ രാജ്യം ഇപ്പോഴും ആശങ്കയിലല്ലേ എന്ന ചോദ്യം ഉയരും. കാരണം റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന അനിൽ അംബാനി ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം, ആ സ്ഥാപനമാണ് ഈ കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിന് വേണ്ടി 2 യൂണിറ്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 യൂണിറ്റുകൾക്ക് ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുക എന്നുള്ള കരാറ് 2018-ലാണ് അനിൽ അംബാനി ഗ്രൂപ്പിന്, അല്ലെങ്കിൽ അനിൽ അംബാനി ഗ്രൂപ്പിൻ്റെ സ്ഥാപനമായ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന് ലഭിക്കുന്നത്. 2027 പണി പൂർത്തിയാക്കണമെന്നാണ് കരാർ. 2000 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള വളരെ പ്രധാനമായ 2 യൂണിറ്റുകളാണ് നിർമ്മാണത്തിലിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഉത്തരവാദിത്വമാണ് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന് കൈമാറിയിരിക്കുന്നത്. എന്നാൽ ഈ പുറത്തു വന്ന രേഖകൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ഒരു ഡേറ്റ ലീക്കിൻ്റെ ആഴം വ്യക്തമാകും. കെട്ടിടത്തിൻ്റെ ബ്ലൂ പ്രിൻ്റുകൾ, അതായത് ആണവ നിലയത്തിൻ്റെ കെട്ടിടങ്ങളാണ് ഈ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനി നിർമ്മിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ ബ്ലൂ പ്രിൻ്റുകൾ, സപ്ലയർ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ രഹസ്യ യോഗങ്ങളുടെയും പരിശോധനകളുടെയും റെക്കോർഡ്, ഉപകരണങ്ങളുടെ വിവരങ്ങൾ, ഉപകരണങ്ങളെല്ലാം ഓരോന്നും പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ടുകൾ, അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് വിവരങ്ങൾ എന്നിങ്ങനെയുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങളാണ് ചോർന്നിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇത് എവിടെ നിന്നാണ് ചോർന്നത്? റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് മറ്റൊരു തേർഡ് പാർട്ടി ഡേറ്റാ സെൻറ്ററിലാണ്. ഡേറ്റാ സെൻറ്റർ സർവീസ് പ്രൊവൈഡറായിട്ടുള്ള യോട്ടയാണ് ഈ വിവരങ്ങളെല്ലാം സൂക്ഷിച്ചു വച്ചിരുന്നത്. യോട്ടയുടെ സെർവറിനകത്താണ് ഈ പറയുന്ന സംശയാസ്പദമായ നീക്കങ്ങൾ നടന്നിരിക്കുന്നതും യോട്ടയുടെ സെർവറിൽ നിന്നാണ് ഈ വിവരങ്ങൾ ചോർന്നിരിക്കുന്നതും. 19,000 ഫയൽസ്, 13.3 ജിഗാബൈറ്റ് വലിപ്പമുള്ള 19,000-ത്തോളം ഫയലുകൾ KKNP, അതായത് കൂടംകുളം ന്യൂക്ലിയർ പവർ പ്രോജക്റ്റ് എന്ന് പറയുന്ന ചുരുക്കപ്പേരിലാണ് ഈ ഒരു വിവരങ്ങൾ, സെർച്ച് ടേമിലാണ് വിവരങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ജൂൺ 11 മുതൽ ഈ വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2016 മുതൽ 2025 വരെയുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ യോട്ടയുടെ സെർവറിൽ നിന്നും ഈ പറയുന്ന ക്രിമിനൽ ഗ്രൂപ്പായിട്ടുള്ള വേൾഡ് ലീക്സ് ചോർത്തിയെടുത്തിരിക്കുന്നത്. വേൾഡ് ലീക്സ് അത് ചോർത്തി ഡാർക്ക് വെബിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആശങ്കയുടെ അടിസ്ഥാനം. അതായത് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തന്ത്രപ്രധാനമായ വിവരങ്ങളാണ് ചോർന്നിരിക്കുന്നത്. രാജ്യത്തെ 7 ന്യൂക്ലിയർ പ്ലാന്റുകളിൽ ഏറ്റവും വലുതാണ് കൂടംകുളം ആണവ നിലയം. മാത്രമല്ല, ശത്രു രാജ്യങ്ങളുടെ റഡാറിലുള്ള ഒരു ആണവ നിലയം കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധാകേന്ദ്രമാണ് ഈ ആണവ നിലയം. കാരണം രാജ്യത്തിൻ്റെ ന്യൂക്ലിയർ വൈദ്യുത ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. രാജ്യത്ത് കൽക്കരി വഴിയും ഡീസൽ വഴിയും അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതികളും ഒക്കെയുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ്, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഊർജ്ജ ആവശ്യം ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരികയാണ്. ഊർജ്ജ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായി വലിയ കുതിപ്പ് തുടരുന്ന ഒരു രാജ്യത്തിന് ഊർജ്ജ സുരക്ഷ അത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം രാജ്യം GDPയുടെ അടിസ്ഥാനത്തിൽ 3-ാം സ്ഥാനത്തുള്ള ഒരു രാജ്യം, അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ 3-ാം സ്ഥാനത്തെത്താനായിട്ടുള്ള സജീവമായ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഒട്ടനവധി ബ്രിട്ടനും അതുപോലെ തന്നെ ജപ്പാൻ ഉൾപ്പെടെ
ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പിന്തള്ളിക്കൊണ്ട് ഇപ്പോൾ തന്നെ ഇന്ത്യ അതിൻ്റെ 4ാം സ്ഥാനത്തുണ്ട്. 3ാം സ്ഥാനത്തേക്ക് എത്തുക, ജർമ്മനിയെ കൂടി പിന്തള്ളി 3ാം സ്ഥാനത്തേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി വലിയ സാമ്പത്തിക കുതിപ്പ് ലക്ഷ്യമിടുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഊർജ്ജ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. പരമ്പരാഗതമായ ഊർജ്ജ ഉൽപ്പാദനം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ക്ലീൻ എനർജിയുടെ ഉൽപ്പാദനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ആണവ വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അത്തരത്തിൽ നരേന്ദ്രമോദി ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന, പ്രധാനമന്ത്രിയുടെ ഓഫീസ് വളരെയധികം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുന്ന ഒരു ആണവ പദ്ധതി കൂടിയാണ് ഈ കൂടംകുളം ആണവ നിലയം. കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷയ്ക്ക് മുതൽക്കൂട്ടാകുന്ന നിരവധി പദ്ധതികളുമെല്ലാം നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ്. ആ കൂടംകുളം വൈദ്യുത നിലയത്തിൻ്റെ 2 യൂണിറ്റുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിനിടെയാണ് ഈ അനിഷ്ട സംഭവം എന്നത് ഓർക്കണം. മാത്രമല്ല, കൂടംകുളം ആണവ നിലയത്തിൽ എന്തു സംഭവിക്കുന്നുവെന്ന് ചൈന ഉൾപ്പെടെയുള്ള ശത്രു രാജ്യങ്ങൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഇന്ത്യയെ, ആണവ രാജ്യമായ ഇന്ത്യയെ അവർക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഇന്ത്യയുടെ ഈ സിവിൽ ന്യൂക്ലിയർ പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ മിലിറ്ററി ന്യൂക്ലിയർ പ്രൊജക്റ്റുകളും രണ്ടും ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷണത്തിലൊക്കെയാണ്. ഇന്ത്യയുടെ സിവിൽ ന്യൂക്ലിയർ പ്രൊജക്റ്റുകൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവ ഊർജ്ജം ഉപയോഗിക്കുക എന്നുള്ളത് ഇന്ത്യയെ പോലെയുള്ള ഒരു വികസ്വര രാജ്യത്തിന് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ആണവോർജ്ജ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദനം അത് വൻതോതിൽ ലക്ഷ്യമിട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഈ പ്രൊജക്റ്റുകളെല്ലാം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ്. ആണവ വൈദ്യുത നിലയങ്ങളുടെ മറവിൽ ഇന്ത്യ മിലിറ്ററി അല്ലെങ്കിൽ സൈനികമായ ആണവായുധ നിർമ്മാണം നടത്തുന്നുണ്ടോ എന്ന് പല രാജ്യങ്ങളും സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിൻ്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തുക എന്നുള്ള ഒരു പ്രവർത്തനം കഴിഞ്ഞ കുറേ നാളുകളായി നടത്തി വരുന്നുണ്ട്. കാരണം ഒരു യുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു സംഘർഷമുണ്ടായാൽ പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഈ ആണവ കേന്ദ്രം ലക്ഷ്യം വയ്ക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അവർക്ക് വേണം. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ ചോർത്താനായി ചൈന അടക്കമുള്ള രാജ്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ചൈനയുടെ ഒരു നിരീക്ഷണ കപ്പൽ ശ്രീലങ്കയുടെ ഹമ്പൻ തോട്ട തുറമുഖത്ത് നങ്കൂരമിട്ടത്. അത് ഈ ആണവോർജ്ജ നിലയം, ഈ പറയുന്ന കൂടംകുളം ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങളുടെ വിവരങ്ങൾ ചോർത്തുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു ആ നിരീക്ഷണ കപ്പൽ, ആ ചാരക്കപ്പലിനുണ്ടായിരുന്നത്. ഇന്ത്യ ആ കപ്പലിനെ വരിഞ്ഞു മുറുക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ത്യ ഈ മേഖലയിൽ വലിയ രീതിയിൽ സിഗ്നൽ ജാമിംഗ് ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ചൈനയുടെ ആ ചാരപ്രവർത്തനത്തെ അന്ന് തടഞ്ഞത്. അന്നും ചൈനയുടെ ലക്ഷ്യങ്ങളിലൊന്ന്, വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് കൂടംകുളം ആണവ നിലയമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഡാർക്ക് വെബ് പോലെയുള്ള കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ഈ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നതാണ്. വേൾഡ് ലീക്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ഈ വിവരങ്ങൾ ചോർത്തിയെടുത്തിരിക്കുന്നത്. വേൾഡ് ലീക്സ് എന്ന് പറയുന്നത് ഒരു റാൻസോംവെയർ ഗ്രൂപ്പാണ്. റാൻസോംവെയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ കമ്പ്യൂട്ടർ മേഖലകളിൽ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിലേക്ക് മാൽവെയറുകൾ, ഈ അപകടകാരികളായ സോഫ്റ്റ്വെയറുകൾ കടത്തിവിട്ട് ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ഒന്നാകെ നശിപ്പിക്കുക, അതുവഴി പല സ്ഥാപനങ്ങളെയും തകർക്കുക, മാത്രമല്ല നിർണായകമായ വിവരങ്ങൾ ചോർത്തുക എന്നിങ്ങനെയൊക്കെയുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് ഈ വേൾഡ് ലീക്സ് എന്ന് പറയുന്നത്. ഈ വേൾഡ് ലീക്സ് നേരത്തെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ കമ്പനിയായ ടാറ്റ ഗ്രൂപ്പിനെ ലക്ഷ്യം വച്ചിരുന്നു. ടാറ്റ ഗ്രൂപ്പുമായി ഇവർ നേരത്തെ ബന്ധപ്പെടുകയും ഏതാണ്ട് $1.5 മില്യൺ ആവശ്യപ്പെടുകയും ചെയ്തു. അതായത് ടാറ്റ ഗ്രൂപ്പിൻ്റെ രഹസ്യ വിവരങ്ങൾ ഇവർ കൈക്കലാക്കിയിരുന്നു. ഈ രഹസ്യ വിവരങ്ങൾ പുറത്തുവിടാതിരിക്കാനായി $1.5 മില്യൺ നൽകണം എന്ന് നേരത്തെ അവരോട് ആവശ്യപ്പെട്ടിരുന്നു ഈ പറയുന്ന വേൾഡ് ലീക്സ്. പക്ഷേ ടാറ്റ ഗ്രൂപ്പ് ഇതിനെ അവഗണിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും അത് വെച്ച് ചെയ്തോ എന്നൊരു നിലപാടാണ് ടാറ്റ ഗ്രൂപ്പ് എടുത്തത്. അവർ പണം നൽകാൻ തയ്യാറായില്ല. അതിനെ തുടർന്ന് ടാറ്റ ഗ്രൂപ്പിൻ്റെ രഹസ്യ വിവരങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു വേൾഡ് ലീക്സ്. അങ്ങനെ ഇന്ത്യയിൽ കുപ്രസിദ്ധമായ ഒരു റാൻസോംവെയർ ഗ്രൂപ്പാണ് ഈ വേൾഡ് ലീക്സ്. വേൾഡ് ലീക്സ് ഈ പറയുന്ന കോർപ്പറേറ്റ് ഡേറ്റകൾ സ്വന്തമാക്കുക, അതിനുശേഷം അവ പ്രസിദ്ധീകരിക്കുക. ഇന്ന് ഇങ്ങനെയുള്ള രഹസ്യ രേഖകൾ പുറത്തായി കഴിഞ്ഞാൽ കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെ നഷ്ടമുണ്ടാകാതിരിക്കാൻ പണം വാങ്ങുക, ഇതൊക്കെയാണ് ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ. അവരുടെ പ്രവർത്തനം അങ്ങനെയാണ്. ഇവരുടെ പ്രത്യേകം ഡിസൈൻ ചെയ്ത വെബ്സൈറ്റിലാണ് ഈ ഡേറ്റകൾ പ്രസിദ്ധീകരിക്കുന്നത്. ഈ വെബ്സൈറ്റ് ലഭ്യമാകണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ബ്രൗസർ അടക്കം
അടക്കം യൂസ് ചെയ്യേണ്ടതുണ്ട്. സത്യത്തിൽ ഈ വേൾഡ് ലീഗ്സിൻ്റെ ഇടപെടൽ കഴിഞ്ഞ മെയ് മാസം മുതൽ സംശയിച്ചിരുന്നു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഈ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് രാജ്യത്തെ ആണവ നിലയങ്ങളൊക്കെ നിരീക്ഷിക്കുകയും നടത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിൽ സംശയകരമായി എന്തോ നടക്കുന്നതായി അവർക്ക് മെയ് മാസം മുതൽ തന്നെ ബോധ്യം വന്നിരുന്നു. അതവർ ഈ റിലയൻസ് ഗ്രൂപ്പിനും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നേരിടുന്ന ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിനെയും അവർ അറിയിച്ചിരുന്നു. എന്നാൽ ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടായില്ല. മാത്രമല്ല ഈ യോട്ട, ഈ വിവരങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന സർവീസ്, ഈ ഡേറ്റാ സെൻറ്റർ സർവീസ് പ്രൊവൈഡറായ യോട്ടയും അവരുടെ സെർവറിൽ ഈ വേൾഡ് ലീഗ്സിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. അതോടുകൂടി ഇവർ അപ്പോൾ തന്നെ ഇടപെടുകയും ഈ വേൾഡ് ലീഗ്സിനെ അവിടെ ബ്ലോക്ക് ചെയ്യുകയും ഡേറ്റ നഷ്ടപ്പെടാതിരിക്കാനുള്ള സാങ്കേതികമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് യോട്ടയും ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും ഡേറ്റ ചോരുന്നത് തടയാൻ കഴിഞ്ഞില്ല. തന്ത്രപ്രധാനമായ വിവരങ്ങൾ തന്നെ ചോർന്നിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഈ ഡാർക്ക് വെബ് പോലെയുള്ള കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് എത്തിപ്പെട്ടത് വലിയ ആശങ്ക തന്നെയാണ്. കാരണം നിർമ്മാണത്തിലിരിക്കുന്ന 2 പ്രധാനപ്പെട്ട യൂണിറ്റുകളുടെ ഈ വിവരങ്ങൾ പുറത്തായാൽ തീർച്ചയായും ഈ ബ്ലൂ പ്രിന്റിലുള്ള ചില സെക്യൂരിറ്റി ലൂപ്പ് ഹോൾസ് കണ്ടെത്താൻ രാജ്യങ്ങൾക്ക് കഴിയും, ശത്രു രാജ്യങ്ങൾക്ക് കഴിയും എന്ന് വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ ലീക്സ് അത്ര സാധാരണമാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനിൽ അംബാനി ഗ്രൂപ്പിനെ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അനിൽ അംബാനി റിലയൻസ് ഗ്രൂപ്പ് 2ആയി പിരിയുന്നതും മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഗ്രൂപ്പ് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നതുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതേസമയത്ത് മറുവശത്ത് ടെലികോം കമ്പനി ഉൾപ്പെടെ തുടങ്ങുകയും പിന്നീട് ഈ കമ്പനികളെല്ലാം പൂട്ടിക്കെട്ടുകയും ഇപ്പോൾ പാപ്പരായി മാറുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അനിൽ അംബാനി. ആ അനിൽ അംബാനിയുടെ ഗ്രൂപ്പിന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനത്തിനാണ് ഈ കൂടംകുളം നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കരാർ നൽകിയിരിക്കുന്നത് എന്നതാണ് മറ്റൊരു ആശങ്ക. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അനിൽ അംബാനി വാർത്തകളിൽ ഇടം നേടുന്നത് ED കേസിൻ്റെ പിന്നിലാണ്. അതായത് ED ഈ അനിൽ അംബാനിയുടെ കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യുന്നു, നിരവധി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അനിൽ അംബാനിയുടേതായി കണ്ടെടുക്കുന്നു. മാത്രമല്ല ഇവരെല്ലാം സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നു. ഇങ്ങനെയുള്ള ഒട്ടനവധി വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ED ഇപ്പോൾ എന്തുകൊണ്ടാണ് അനിൽ അംബാനിയെ നിരീക്ഷിക്കുന്നത്? ED മാത്രമല്ല, കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളടക്കം അനിൽ അംബാനിയെ നിരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചൈനയിൽ നിന്നും, ചൈനീസ് ബാങ്കുകളിൽ നിന്നും അനിൽ അംബാനി ഗ്രൂപ്പ് വാങ്ങിയിട്ടുള്ള ഭീമമായ ലോണാണ്. ഏതാണ്ട് 53,000 കോടി രൂപയുടെ വായ്പയാണ് അനിൽ അംബാനി ഗ്രൂപ്പിന് 3 ചൈനീസ് ബാങ്കുകളുടെ കൺസോർഷ്യം നൽകിയിരിക്കുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ ആൻഡ് കമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ചൈന, ചൈന ഡെവലപ്മെൻറ്റ് ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ചൈന എന്നിങ്ങനെ 3 ബാങ്കുകൾ വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഓൺഡ് ബാങ്കുകളാണ്. അതായത് ചൈനീസ് സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ബാങ്കുകളാണ്, പൊതുമേഖലാ ബാങ്കുകളാണ്. ഈ 3 പൊതുമേഖലാ ബാങ്കുകളാണ് ഇന്ത്യയിലെ ഒരു ടെലികോം ഓപ്പറേറ്റർക്ക് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ലോൺ നൽകിയിരിക്കുന്നത്, വായ്പ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം ചൈനീസ് ടെലികോം കമ്പനികളെല്ലാം ലോക വിപണി പിടിച്ചെടുക്കുന്ന ഒരു വലിയ ശ്രമത്തിലാണ്. മാത്രമല്ല ഈ ടെലികോം കമ്പനികൾ, ചൈനീസ് ടെലികോം കമ്പനികൾ പലയിടത്തും ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന കണ്ടെത്തലുകളും ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇത് കൈയോടെ പൊക്കിയിട്ടുണ്ട്. ടെലികോം ഉപകരണങ്ങൾ വിൽക്കുക, ആ ഉപകരണങ്ങളിൽ നിന്ന് വിവരം ചോർത്താനുള്ള ഡിവൈസുകൾ അതിനകത്ത് ഒളിപ്പിച്ചു വയ്ക്കുക. ഇത് ഉപയോഗിക്കുന്നതിലൂടെ ഏത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലാണോ ഇത് ഉപയോഗിക്കുന്നത് ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള മുഴുവൻ വിവരങ്ങളും ചൈനീസ് സർക്കാരിന് ലഭിക്കുക. ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ചൈനീസ് ടെലികോം കമ്പനികൾ നടത്തുകയും ഇത് കൈയോടെ പൊക്കുകയും അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ഇവയെ നിരോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചൈനയുടെ ബാങ്കുകൾ, സർക്കാരിന് കീഴിൽ വരുന്ന ബാങ്കുകൾ ഇന്ത്യയിലെ അവരുടെ എതിരാളിയായ ഒരു കമ്പനിക്ക്, ടെലികോം കമ്പനിക്ക് തന്നെ 53,000 കോടി രൂപയുടെ വായ്പ നൽകി എന്ന് പറഞ്ഞാൽ അതിൽ ചില ദുരൂഹതകളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ദുരൂഹത എന്ന് പറയുന്നത് ഈ 53,000 കോടിയുടെ ഏതാനും ചില ഇനീഷ്യൽ പേയ്മെൻറ്റുകൾ തിരിച്ചടച്ചിട്ടുണ്ട് എന്നല്ലാതെ ഈ വായ്പയുടെ ഭൂരിഭാഗവും അനിൽ അംബാനി തിരിച്ചടച്ചിട്ടില്ല. ബ്രിട്ടനിലെ ഏതോ ഒരു കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൽ അനിൽ അംബാനി ഹാജരാകുന്നുണ്ട്. അതിനുശേഷം അനിൽ അംബാനി പാപ്പരായി പ്രഖ്യാപിക്കുന്നു, തൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പ്രഖ്യാപിച്ച് മാറി നിൽക്കുകയുമാണ് അനിൽ അംബാനി ചെയ്തിരിക്കുന്നത്. അതായത് ചൈനയിൽ നിന്നും കോടികൾ അനിൽ അംബാനിയിലേക്ക് ഒഴുകി എന്നതാണ് അർത്ഥം. അതായത് ഈ വായ്പയുടെ പേരിൽ ഈ കോടികൾ അനിൽ അംബാനിക്ക് കൈമാറിയതാണോ എന്നാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ചൈന ഇത്തരത്തിലുള്ള
പ്രവർത്തനങ്ങൾ ചെയ്യാൻ കുപ്രസിദ്ധമായ ഒരു രാജ്യമാണ്. ആ രാജ്യമാണ് ഇപ്പോൾ അനിൽ അംബാനിക്ക് വായ്പ നൽകിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ. ആ വായ്പ നൽകിയ അനിൽ അംബാനി ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. അങ്ങനെയുള്ള അനിൽ അംബാനിക്ക് കൂടംകുളത്ത് തന്ത്രപ്രധാനമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കരാർ ലഭിക്കുന്നു. 2018 മുതലാണ് ഈ കരാർ ലഭിക്കുന്നത്. ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇപ്പോഴും പ്രവർത്തനം തുടങ്ങിയിട്ടില്ലാത്ത ഒരു ആണവ നിലയത്തിൻ്റെ വിവരങ്ങളാണ് കൊടുത്തത് അല്ലെങ്കിൽ ലീക്കായത് എന്ന് പറഞ്ഞ് അധികാരികൾ ആശ്വസിക്കുകയാണ്. പക്ഷേ അങ്ങനെയല്ല. 2027 ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ഓപ്പറേഷൻ ആരംഭിക്കേണ്ട വളരെ തന്ത്രപ്രധാനമായ ഒരു ആണവ നിലയത്തിൻ്റെ വിവരങ്ങളാണ് ചോർന്നു കിട്ടിയിരിക്കുന്നത്. ചൈനയുമായി ഇങ്ങനെ ഒരു ദുരൂഹ ബന്ധമുള്ള അനിൽ അംബാനി കരാറുകാരനായിട്ടുള്ള ഒരു 2 യൂണിറ്റുകൾ, ആ യൂണിറ്റുകളുടെ വിവരങ്ങളാണ് ചോർന്നിരിക്കുന്നത്. അതും വളരെ പ്രശസ്തമായ ഡേറ്റാ സെൻറ്റർ പ്രൊവൈഡറായ സർവീസ് പ്രൊവൈഡറായ യോട്ടയിൽ നിന്നാണ് ഇങ്ങനെ വിവരങ്ങൾ ചോർന്നിരിക്കുന്നത്. അതാണ് ഏറ്റവും സംശയാസ്പദമായ കാര്യം. തന്ത്രപ്രധാനമായ വിവരങ്ങൾ അനിൽ അംബാനി ഗ്രൂപ്പ് വളരെ സൂക്ഷ്മതയോടുകൂടി സൂക്ഷിക്കേണ്ടതായിരുന്നു. എന്നാൽ ആ വിവരങ്ങൾ മറ്റൊരു തേർഡ് പാർട്ടി സെർവറിലേക്ക് നൽകുന്നു. ആ തേർഡ് പാർട്ടി സെർവറിന് സുരക്ഷാ വീഴ്ചയുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര ഹാക്കർമാരിലേക്ക് ഈ കൂടംകുളം നിലയത്തിൻ്റെ രഹസ്യ വിവരങ്ങൾ എത്തിയിരിക്കുന്നു. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ കൂടംകുളത്ത് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആശങ്കപ്പെടാനൊന്നുമില്ല. ഈ റിയാക്ടറിൻ്റെ വിവരങ്ങളൊന്നും പുറത്തു പോയിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാൻ വരട്ടെ. പക്ഷേ അനിൽ അംബാനിക്കെതിരെ വളരെ കൃത്യമായ നടപടി വരാൻ പോകുന്നു എന്ന് തന്നെയാണ് സൂചന. കാരണം ഇത്രയും നാൾ കേന്ദ്ര ഏജൻസികൾ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പരിശോധിക്കുകയായിരുന്നു. അതേ കമ്പനിക്ക് തന്നെ കൂടംകുളത്ത് കരാർ ലഭിച്ചതിൽ പ്രധാനമന്ത്രി അസന്തുഷ്ടനാണ്. അദ്ദേഹം വലിയ രീതിയിൽ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ കീഴിൽ വരുന്ന വകുപ്പാണ് ഈ ആണവോർജ്ജ വകുപ്പ് എന്ന് പറയുന്നത്. ആ വകുപ്പിൽ തന്നെ ഇങ്ങനെയൊരു വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായിരിക്കുന്നു. കൂടംകുളം ആണവ നിലയം എന്നത് രാജ്യത്തിൻ്റെ തിലകക്കുറിയായിട്ടുള്ള ഒരു ആണവ നിലയമാണ്. ആ ആണവ നിലയം ശത്രു രാജ്യങ്ങളുടെ റഡാറിലുള്ള ആണവ നിലയമാണ്. ഇതേ ആണവ നിലയത്തിലാണ് വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഗൗരവകരമായ ഇടപെടൽ അതിൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ തമിഴ്നാട്ടിലേക്ക് തിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ.